class we will discuss the test for convergence of a series. Main ആയിട്ട് നമ്മൾ കൺവേർജൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡെഫിനിഷൻ വെച്ച് ടെസ്റ്റ് ചെയ്യാൻ അറിയാം. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും അങ്ങനെ ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ കൺവേർജൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു 3-4 ടെസ്റ്റുകളുണ്ട്. അപ്പം അതിൽ മെയിനായിട്ട് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത് ഫസ്റ്റ് ഇൻ്റഗ്രൽ ടെസ്റ്റ്, സെക്കൻഡ് വൺ ദ കമ്പാരിസൺ ടെസ്റ്റ്, തേർഡ് വൺ ദ റേഷ്യോ ടെസ്റ്റ് ആൻഡ് ഫോർത്ത് വൺ റൂട്ട് ടെസ്റ്റ്. ഈ 4 ടെസ്റ്റുകളാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ആ ടെസ്റ്റുകൾക്ക് ഓരോ കണ്ടീഷൻ ഉണ്ട്. നമുക്ക് തരുന്ന സീരീസിന്റെ ടേമുകൾ, സീരീസിലുള്ള ആ എ എന്ന് പറഞ്ഞ ആ ടേമുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്താ നമ്മുടെ ഏത് ടെസ്റ്റ് യൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ നമ്മൾ ഓരോ ടെസ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നതാണ് ദ ഇന്റഗ്രൽ ടെസ്റ്റ്. ടെസ്റ്റ് ഇതാണ്: ലെറ്റ് ai be a sequence of positive terms. Suppose that ai equal to f of I, where f of x is a continuous positive decreasing function of x for all x greater than or equal to 1. Then if integral 1 to infinity f of x dx converges, so does sigma I equal to 1 to infinity a. Sigma I equal to 1 to infinity a convergent ആയിരിക്കും. ഇത് കൺവേർജന്റ് ആണെങ്കിൽ സിഗ്മ എ കൺവേർജന്റ് ആയിരിക്കും. അടുത്തെന്ന് പറഞ്ഞാൽ if integral 1 to infinity f of x dx diverges, so does sigma I equal to 1 to infinity a. അപ്പോൾ ഇത് ഡൈവേർജസ് ആണെങ്കിൽ സിഗ്മ ഡൈവേർജസ് ആവും. ഇത് കൺവേർജസ് ആണെങ്കിൽ സിഗ്മ കൺവേർജന്റ് ആവും. അപ്പൊ ഇതില് കണ്ടീഷൻസ് ഉണ്ട്. നമുക്ക് സിഗ്മ എ ആണ് കണ്ടത്. അപ്പൊ അതിൽ എ എന്ന് പറഞ്ഞ സീക്വൻസ് എടുക്കുക. ആ സീക്വൻസ് ഫുൾ പോസിറ്റീവ് ടേംസിന്റെ സീക്വൻസ് ആയിരിക്കണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. പിന്നെ എ എന്ന് പറഞ്ഞ ഒരു സീക്വൻസ് ആണ്, ഐയുടെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും അല്ലെ. അപ്പൊ അതിനെ നമ്മൾ എഫ് ഓഫ് ഐ ആയിട്ട് എടുക്കുക. ഐയുടെ ടൈമിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും, അത് എഫ് ഓഫ് ഐ ആയിട്ട് എടുക്കുക. ആ ഫംഗ്ഷൻ എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആവണം. പിന്നെ ഡിക്രീസിങ്, പോസിറ്റീവ് ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കണം. കണ്ടിന്യൂസും പോസിറ്റീവ് ഡിക്രീസിങ് ഫംഗ്ഷനും ആയിരിക്കണം ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1. ഇത്രയും കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ എഫ് ഓഫ് എക്സിന്റെ ഇന്റഗ്രൽ 1 to infinity കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ആ ഇന്റഗ്രൽ കൺവേർജന്റ് ആണെങ്കിൽ ഈ സമ്മേഷൻ കൺവേർജന്റ് ആയിരിക്കും. ഇന്റഗ്രൽ ഡൈവേർജന്റ് ആണെങ്കിൽ സമ്മേഷൻ ഡൈവേർജന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ മോഡൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: യൂസിങ് ഇന്റഗ്രൽ ടെസ്റ്റ് പ്രൂവ് ദാറ്റ് ദ സീരീസ് 1 plus 1/4 plus 1/9 plus 1/16 plus etc. converges. അപ്പൊ ഈ സീരീസ് എന്താ? നമുക്ക് സിഗ്മ നൊട്ടേഷനിൽ ആദ്യം എഴുതാം. The given series can be written as 1 plus 1/4 plus 1/9 plus 1/16 plus etc. ഇതിനെ നമുക്ക് സിഗ്മ നൊട്ടേഷനിൽ എഴുതാം. എന്താ വരും? 1/i² ആണ് അല്ലേ. അപ്പൊ i 1 ആവുമ്പോ 1/1², 1/2², 1/3² ആ ഫോമില ഉള്ളത്. വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പൊ ആദ്യം അങ്ങനെ ഒന്ന് എഴുതാം, എന്നിട്ട് നമുക്ക് സിഗ്മ നൊട്ടേഷൻ എഴുതാം. 1/1² പ്ലസ് 1/2² പ്ലസ് 1/3² പ്ലസ് 1/4² പ്ലസ് എക്സെട്ര, വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ I ഈക്വൽ ടു 1 to infinity 1/i². അപ്പൊ ഇതാണ് നമ്മുടെ സിഗ്മ നൊട്ടേഷനിൽ നമ്മുടെ സീരീസ് റെപ്രസെന്റേഷൻ. ഇനി ഇതിൽ നിന്ന് ഇത് എഫ് ഓഫ് ഐ ആയിട്ട് എടുക്കുക. എഫ് ഓഫ് ഐ ഇതാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് വരും. കൺസിഡർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x² വരും അല്ലെ. ഐക്ക് പകരമുള്ള എക്സ് റീപ്ലേസ് ചെയ്താൽ മതി. ഇനി ഓരോ ഐക്കും എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ് എന്നറിയണം നമുക്ക് അല്ലെ. അപ്പൊ എഫ് ഓഫ് എക്സ് 1/x² എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാതെ വരുന്നുണ്ടോ? ഈ ഇന്റർവെല് 1 തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള ഇന്റർവെല്ലിൽ കണ്ടിന്യൂസ് അല്ലാതെ വരുമോ? എക്സ് 0 ആകുമ്പോൾ വേണമെങ്കിൽ കണ്ടിന്യൂസ് അല്ലാതെ വരും അല്ലെ. പക്ഷെ ഇവിടെ നമുക്ക് 1 തൊട്ട് ഇൻഫിനിറ്റി വരെ ഉള്ളൂ. അപ്പൊ നമുക്ക് പറയാം എഫ് ഓഫ് എക്സ് ഈസ് continuous
ഇനി ഇത് ഡിക്രീസിങ് ആണോ ഇൻക്രീസിങ് ആണോ? ഇതെന്തായാലും പോസിറ്റീവ് ടേംസ് ആണ് ഫുള്ള്. താഴെ എന്തായാലും നമ്മുടെ വാരി ചെയ്യുന്ന നമ്പറിന്റെ സ്ക്വയറുകളാണ് വരുന്നത്. പോസിറ്റീവ് ടേമിന്റെ സീക്വൻസ് ആണ്. അപ്പോൾ ഡിക്രീസിങ് സീക്വൻസ് ആണോ? ഫസ്റ്റത്തെ നമ്പർ 1/4 എന്ന് പറഞ്ഞാൽ 1-നേക്കാളും ചെറുതാണല്ലോ. 1/9 എന്ന് പറഞ്ഞാൽ 1/4-നേക്കാളും ചെറുതാ. 1/16 എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ചെറുതാ. അപ്പൊ കുറഞ്ഞാണ് പോകുന്നത് അല്ലെ. അപ്പൊ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്, പോസിറ്റീവ് ആണ്, ഡിക്രീസിങ് ആണ് അല്ലെ, ഡിക്രീസിങ് ഫങ്ഷൻ ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. എക്സ് ഈക്വൽ ടു 1 ഇത് കണ്ടിന്യൂസ് അല്ല അല്ലെ. അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? therefore ഇന്റഗ്രൽ 1 to infinity f of x dx ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. which is equal to ഇന്റഗ്രൽ 1 to infinity 1/x² dx. അപ്പൊ ഇവിടെ ഇത് എന്ത് ഇംപ്രോപ്പർ ഇന്റഗ്രലാ വരുന്നത് അല്ലെ. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ലിമിറ്റ് വരുന്നതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ച ഇംപ്രോപ്പർ ഇന്റഗ്രൽ, ഫസ്റ്റ് സെമ്മിലാണോ സെക്കൻഡ് സെമ്മിലാണോ? ഇംപ്രോപ്പർ ഇന്റഗ്രൽ ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ കാണാം? വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ 1 to b 1/x² dx. അപ്പൊ അതിന്റെ വാല്യൂ കാണാം. ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി, ഇതിന്റെ ഇന്റഗ്രൽ കാണാം. 1/x² എന്ന് പറഞ്ഞാൽ x⁻² ആണ്. x⁻² ഇന്റഗ്രൽ x⁻² plus 1/-2 plus 1 which is equal to x⁻1 വരും. ഇവിടെ ഒരു നെഗറ്റീവും വരും എന്ന് വെച്ചാൽ x⁻1 എന്ന് പറഞ്ഞാൽ 1/x അല്ലെ. അപ്പൊ ലിമിറ്റും കൂടെ കൊടുക്കണം. ബൗണ്ട് അല്ലെ 1 to b. പിന്നെ ലിമിറ്റ് ഓരോന്ന് കൊടുത്ത് വാല്യൂ കണ്ടു നോക്കാം. അപ്പൊ ഈ കണ്ടീഷൻ ആദ്യം ചെക്ക് ചെയ്താലേ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഡയറക്റ്റ് ആദ്യമേ ഇന്റഗ്രൽ അങ്ങ് ചെയ്യരുത് കേട്ടോ. അപ്പൊ ഇവിടെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി -1/x ആണ്. ഇത് x⁻1/-1 ആണ്. അതിനെ നമ്മൾ മാറ്റി എഴുതി കഴിഞ്ഞാൽ -1/x എന്ന് വരും. അപ്പം 1 to b ലിമിറ്റ് കൊടുക്കുക. 1 കൊടുക്കുമ്പോൾ -1/1 വരും. ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി -1/, നമുക്ക് അപ്പർ ലിമിറ്റ് ആദ്യം കൊടുക്കണ്ട അല്ലേ. അപ്പൊ b കൊടുക്കാം. അപ്പൊ -1/b -1/1. അപ്പൊ മൈനസും മൈനസും കൂടെ പിന്നെ പ്ലസ് ആവും. 1 - 1/b എന്ന് വരും അല്ലെ. ഇനി ബിക്ക് ഇൻഫിനിറ്റി കൊടുക്കുക. ബിക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ എന്ത് വരും? -1/0 വരും അല്ല, -1/∞ വരും. അത് എന്താ? 0 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 1 കിട്ടും. അപ്പൊ അതിനർത്ഥം എന്താ? ഇന്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്റഗ്രൽ കൺവേർജന്റ് ആണ്. അതുകൊണ്ട് അപ്പൊ ഇന്റഗ്രൽ കൺവേർജന്റ് ആയതുകൊണ്ട് by integral test the given series converges. Since the above improper integral converges by integral test the given series converges. The given series converges. അപ്പോൾ നമ്മുടെ സീരീസ് കൺവേർജന്റ് ആണ്, നമുക്ക് പ്രൂവ് ആയി. The next question is, show that the P series sigma I equal to 1 to infinity 1/i raised to p equal to 1/1 raised to p plus 1/2 raised to p plus 1/3 raised to p etc. plus 1/i raised to p plus etc. where p is a real constant, converges if p greater than 1 and diverges if p less than or equal to 1. അപ്പൊ ഇത് ജനറൽ ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഇതൊന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം ആദ്യം. എന്നിട്ട് നമുക്ക് അത് ജനറൽ റിസൾട്ട് ആയിട്ട് നമുക്ക് പല ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നേരത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിനെ നമ്മൾ പി സീരീസ് എന്നാണ് പറയാം. പി സീരീസ് ആണിത്.
അപ്പോൾ സീരീസ് നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി, സിഗ്മ നൊട്ടേഷനിൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സ് ആയിട്ട് എന്തെടുക്കും, 1/x⁻p എടുക്കും അല്ലെ. അപ്പൊ സൊല്യൂഷൻ, കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x⁻p ആണ് ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ, x⁻p ആണ്. അപ്പൊ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായാലും കണ്ടിന്യൂസ് ആണല്ലോ. 1/x⁻p എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, പോസിറ്റീവ് ഡിക്രീസിങ് ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. എക്സ് എന്ന് പറയുന്നത് 1 വലുതാവുമ്പോൾ ഇവിടെ നമ്മുടെ ഇന്റഗ്രൽ സിഗ്മ 1 = 1 to ഇൻഫിനിറ്റി നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്നത് 1 തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ളതേ ആവശ്യമുള്ളൂ. 0 ആണെങ്കിൽ കണ്ടിന്യൂസ് അല്ലാതെ വരാം അല്ലെ. അപ്പോൾ അത് കണ്ടിന്യൂസ് ആണ്. എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്, ഷോർട്ടായിട്ട് ഞാൻ എഴുതുന്നത്, കണ്ടിന്യൂസ്. പോസിറ്റീവ് ആയിരിക്കുമല്ലോ എക്സ്. എന്തായാലും എക്സ് എന്ന് പറഞ്ഞാൽ 1 തൊട്ട് ഇൻഫിനിറ്റി വരെ, എന്ന് വെച്ചാൽ എക്സ് പോസിറ്റീവേ വരുന്നുള്ളൂ, 0നേക്കാൾ വലിയ നമ്പേഴ്സേ വരുന്നുള്ളൂ. അപ്പൊ അതിന്റെ നെഗറ്റീവ് പവർ ആയാലും പോസിറ്റീവ് പവർ ആയാലും അതെന്തായാലും എന്താ വരുള്ളൂ, പോസിറ്റീവേ വരുള്ളൂ അല്ലെ. അപ്പൊ പോസിറ്റീവ്. ഇനി ഡിക്രീസിങ് ആണോ, ഡിക്രീസിങ് ഫംഗ്ഷൻ ആണോ അല്ലെ. അപ്പൊ പി എന്ന് പറയുന്നത് മാറുന്നതനുസരിച്ച്, പി എന്ന് പറഞ്ഞ റിയൽ കോൺസ്റ്റന്റ് എന്നാ പറഞ്ഞത്. അപ്പോ ഇവിടെ എക്സ് 1/x⁻p എക്സെട്ര പ്ലസ് ഇവിടെ 1/2 ഇപ്പൊ പി എന്ന് പറഞ്ഞ ഒരു 2 എടുത്തു നീക്കാം. അപ്പൊ 1/1² നമ്മൾ തൊട്ട് മുന്നേ ചെയ്തത്. അപ്പൊ അതിന്റെ ഒരു ജനറൽ റിസൾട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് പോസിറ്റീവ് ഡിക്രീസിങ് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. അപ്പോ ഡിക്രീസിങ് ഫംഗ്ഷൻ ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പൊ ith ടേം എന്ന് പറയുന്നത് എന്താ, 1/i⁻p ആണ്. എന്ന് വെച്ചാൽ എഫ് ഓഫ് ഐ ഈക്വൽ ടു 1/i⁻p ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് കണ്ടീഷൻ എടുക്കാം, p > 1 ആയിട്ടുള്ള കേസ് എടുക്കാം. ഫസ്റ്റ് ലെറ്റ് p > 1 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റഗ്രൽ ടെസ്റ്റ് യൂസ് ചെയ്യാം നമുക്കിപ്പോ അല്ലെ. അപ്പൊ p > 1 ആയിട്ടുള്ള കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റഗ്രൽ 1 to ഇൻഫിനിറ്റി 1/x⁻p dx കാണാം. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 1 to ഇൻഫിനിറ്റി x⁻p dx എന്ന് എഴുതാലോ. ഇനി നമ്മൾ ഇത് ഇംപ്രോപ്പർ ഇന്റഗ്രൽ ആണ്, ലിമിറ്റ് വെച്ചിട്ട് ഇതിനെ മാറ്റി എഴുതാം. അപ്പൊ ലിമിറ്റ് b → ഇൻഫിനിറ്റി ഇന്റഗ്രൽ 1 to b x⁻p dx. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം, which is equal to limit b → ഇൻഫിനിറ്റി x⁻p ന്റെ ഇന്റഗ്രേഷൻ x⁻p + 1 / -p + 1 1 to b. അപ്പൊ നമ്മള് ലിമിറ്റ് കൊടുക്കുന്നതിന് മുന്നേ ഈ 1 - p ആണ് അല്ലെ. അപ്പൊ അതിനെ നമുക്ക് ഇങ്ങോട്ട് പുറത്തേക്ക് കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തെടുക്കാം. അപ്പൊ 1/1 - p, പിന്നെ ബാക്കിയുള്ളത് ലിമിറ്റ് b → ഇൻഫിനിറ്റി, പിന്നെ ലിമിറ്റ് കൊടുക്കാം x⁻p + 1 നമുക്ക് ലിമിറ്റ് കൊടുക്കാം. അപ്പൊ b എന്ന് പറഞ്ഞ എക്സിന് b കൊടുത്തു കഴിഞ്ഞാൽ വരും b⁻1 - p അല്ലെ. b⁻1 - p ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു മൈനസ് പുറത്തെടുക്കാം. ഇതിൽ മൈനസ് പുറത്തെടുത്താൽ എന്ത് വരും, p - 1 ചെയ്താലോ, -p + 1 ആയാലോ. അപ്പൊ b⁻p - p - 1 ബ്രാക്കറ്റ് ഇവിടെ കൊടുക്കുക, മൈനസ് എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ 1ന്റെ ഏത് പവർ ആയാലും 1 തന്നെയാണ്. അപ്പൊ ഇങ്ങനെ വന്നു നമ്മുടെ ഇന്റഗ്രൽ. നമുക്ക് നോക്കാം.
ഇനി ബാക്കി നമുക്ക് കാണാം. ഇവിടെ p ഗ്രേറ്റർ ദാൻ 1 ആണ് അല്ലേ. അപ്പൊ സിൻസ് p ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് ഈ p-1 എന്താ നോക്കണം. p-1 എന്തായിരിക്കും? -1 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ p-1 ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടും. അപ്പൊ p-1 എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് നമ്പറാണ്. p-1 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് ഇതിനെ മാറ്റിയിട്ട് എങ്ങനെ എഴുതാം? Therefore ഈ ഇന്റഗ്രൽ which is equal to 1/1 minus p ലിമിറ്റ് b tends to infinity. ഇതിനെ നമുക്ക് 1/b raised to p-1 എഴുതാം. p-1 പോസിറ്റീവ് ആണ്, -1. ഇനി ലിമിറ്റ് കൊടുക്കാലോ. p-1 എന്ന് പറഞ്ഞാല് പോസിറ്റീവ് ആണ്. അപ്പൊ b ഇൻഫിനിറ്റി ആകുമ്പോൾ അതിന്റെ പോസിറ്റീവ് പവർ നോക്കാം. എന്ത് വരും? 1/1 minus p. b tends to infinity കൊടുക്കുക. ഇൻഫിനിറ്റി ആകുമ്പോൾ 1/∞ എന്ന് വരും. ഇത് പോസിറ്റീവ് പവർ ആയതുകൊണ്ടാണ് നമ്മൾ താഴോട്ട് എടുത്തത് കേട്ടോ. അപ്പൊ പോസിറ്റീവ് എന്ന് പറഞ്ഞത് p-1 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണല്ലോ. അപ്പൊ b ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 1/∞ 0 വരും. അപ്പൊ 0 - 1. നമുക്ക് എന്ത് കിട്ടും? ഈ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് പുറത്തെടുക്കാം അല്ലെ. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. മൈനസ് പുറത്തെടുത്താൽ നമുക്ക് p-1 കിട്ടും. അപ്പൊ ഇതാണ് പോസിറ്റീവ്. p-1 പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് ഈ മൈനസും കൂടെ കട്ട് ചെയ്ത് 1/p-1 കിട്ടി. അപ്പൊ ഈ p-നെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ഇതിന്റെ സം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിനർത്ഥം എന്താ? p ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോൾ നമ്മുടെ സീരീസ് കൺവേർജന്റ് ആണ്. നമുക്ക് പറയാം therefore ഇത് കൺവേർജന്റ് ആണ് അല്ലെ. p ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോൾ കൺവേർജന്റ്. നമ്മൾ ഇനി അടുത്ത കേസ് നോക്കാം. അടുത്ത p ലെസ് ദാൻ 1 ആവുമ്പോൾ നമുക്ക് നോക്കാം. അപ്പൊ ഈ ഇന്റഗ്രൽ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. അതില് p ഗ്രേറ്റർ ദാൻ 1 ലെസ് ദാൻ 1 ആവുമ്പോൾ ഉള്ള മാത്രം ഇങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പൊ p ലെസ് ദാൻ 1 ആവുമ്പോൾ p-1 എന്താവും? ഗ്രേറ്റർ ദാൻ 0 ആണ് അല്ല. ഇവിടെ p ലെസ് ദാൻ 1 ആവുമ്പോൾ നമുക്ക് നേരെ തിരിച്ചു വേണം. ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള നമ്പർ ഇടണം. p ലെസ് ദാൻ 1 ആവുമ്പോൾ 1 - p എന്ന് പറയുന്നത് എന്ത് കിട്ടും? 1 - p ഗ്രേറ്റർ ദാൻ 0 കിട്ടും അല്ലെ. അപ്പൊ നമ്മൾക്ക് ഇന്റഗ്രൽ കിട്ടിയേക്കുന്നത് എന്താണ്? ഇന്റഗ്രൽ 1 to infinity 1/x raised to p dx എന്ന് പറഞ്ഞത് മുന്നത്തേല് കിട്ടിയേക്കുന്ന 1/1 minus p ലിമിറ്റ് b tends to infinity b raised to 1 minus p minus 1 ആയിരുന്നു. പിന്നെ ഈ 1 - p-ന്റെ സൈൻ അനുസരിച്ചായിരുന്നു നമുക്ക് മാറുക അല്ലെ. അപ്പൊ ഇവിടെ 1 - p എന്ന് പറഞ്ഞത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ ഇത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഗ്രേറ്റർ ദാൻ 0 ബിന്റെ ഒരു പോസിറ്റീവ് പവർ എന്ന രീതിയിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് താഴേക്ക് എടുക്കാൻ വേണ്ടി പറ്റത്തില്ല അല്ലെ. ബിന്റെ പോസിറ്റീവ് പവർ എന്നിരിക്കുന്നത്. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാന്ന് വിചാരിക്കാം. b tends to infinity ആകുമ്പോൾ b raised to 1 minus p എന്താവും? അതും ഇൻഫിനിറ്റി ആവും. അപ്പൊ ടോട്ടൽ എന്താവും? ഇൻഫിനിറ്റി ആവും. അപ്പൊ ഇത് മൊത്തം ഇൻഫിനിറ്റി ആവും. അതിനർത്ഥം p ലെസ് ദാൻ 1 ആവുമ്പോൾ ഇന്റഗ്രൽ ഡൈവേർജസ് ആവും അല്ലെ. അപ്പൊ ഡൈവേർജസ്, ഇവിടെ കൺവേർജസ്. ഇനി അടുത്തത് p = 1 ആണ് ലാസ്റ്റ് കേസ്. p = 1 ആവുമ്പോൾ നമുക്ക് ഡയറക്റ്റ് p-ന്റെ 1 കൊടുത്തിട്ട് ചെയ്യാം. ഇന്റഗ്രൽ 1 to infinity p1 ആവുമ്പോൾ എന്താവും? 1/x ആവും അല്ലെ. 1/x raised to p dx = ഇന്റഗ്രൽ 1 to infinity 1/x dx. 1/x-ന്റെ ഇന്റഗ്രേഷൻ നമുക്ക് അറിയാലോ. അപ്പൊ ആദ്യം ലിമിറ്റും കൂടെ കൊടുക്കാം. ലിമിറ്റ് b tends to infinity ഇന്റഗ്രൽ 1 to b 1/x dx. 1/x-ന്റെ ഇന്റഗ്രേഷൻ log x അല്ലെ. b tends to infinity log x 1 to b. അപ്പൊ log ലിമിറ്റ് b tends to infinity log b minus log 1. log 1 എന്ന് പറഞ്ഞാൽ 0. അപ്പൊ ഇവിടെ log b മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. log b മാത്രമേ ഉള്ളൂ. അപ്പൊ bക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ log ഇൻഫിനിറ്റി വരും
അല്ലേ? ബിക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ നമുക്ക് ഇതെന്ത് കിട്ടും? ഇൻഫിനിറ്റി കിട്ടും. അപ്പൊ നമുക്ക് പറയാം പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ ഡൈവേർജസും പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ കൺവേർജസും. അപ്പൊ അതൊന്ന് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം. ദാറ്റ്സ് ദ ഇംപ്രോപ്പർ ഇന്റഗ്രൽ 1 to infinity f of x dx equal to integral 1 to infinity ആ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ അങ്ങ് എടുത്തെഴുതാം. integral 1 to infinity 1 by x raised to p dx converges if p greater than 1 and diverges if p less than or equal to 1. Hence by integral test the given series converges if p greater than 1 and diverges if p less than or equal to 1. അപ്പോൾ അത് കൺക്ലൂഡ് ചെയ്ത് ലാസ്റ്റ് ഒന്ന് എഴുതുകയും കൂടെ ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാം. അപ്പൊ ആ പീന്റെ സൈന് അതിനെ നല്ലപോലെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ പവർ കിട്ടില്ല, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആ പവർ കിട്ടുന്നതിൽ നമുക്ക് പിയുടെ സൈന് നല്ലപോലെ മാറ്റം വരുത്തുന്നുണ്ട്. ഇതേ മോഡൽ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, നമുക്കത് നോക്കാം. Next question is, show that the series sigma m equal to 2 to infinity 1 by m into log m all raised to p, p greater than 0 converges if p greater than 1 and diverges if 0 less than p less than or equal to 1. അപ്പോൾ നേരത്തെ ചെയ്ത അതേ പ്രോബ്ലം അതേപോലെ അതേ മോഡൽ തന്നെയാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്തായിട്ട് എടുക്കണം നമ്മൾ? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇവിടെ എമ്മിന്റെ ടേമിലാണ് തന്നേക്കുന്നത്. ഇത് എ എം എന്ന് പറഞ്ഞ ടേമാണ്. അതിന് നമുക്ക് എഫ് ഓഫ് എക്സ് ആയിട്ട് എടുക്കാം. അപ്പൊ കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 by എമ്മിന് പകരം എക്സ് റീപ്ലേസ് ചെയ്യാം. എക്സ് ലോഗ് എക്സ് ഓൾ റേസ് ടു പി. പി ഗ്രേറ്റർ ദാൻ 0 തന്നിട്ടുണ്ട്. പി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമ്പർ നമ്മൾ എടുക്കുന്നില്ല, 0-നേക്കാളും വലിയ നമ്പേഴ്സ് എടുക്കുന്നുള്ളൂ. തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ നമ്മൾ പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ കേസ് ഉണ്ട്. അതിൽ പിക്ക് റെസ്ട്രിക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ പി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ 0-നേക്കാൾ വലുതായിരിക്കണം, പോസിറ്റീവ് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞത് കണ്ടിന്യൂസ് ആണോ? ഇവിടെ എക്സ് എന്തായാലും 2 to infinity ആണ് വേരി ചെയ്യുന്നത്. എക്സ് 0 ആണെങ്കിൽ നമുക്ക് ഇത് കണ്ടിന്യൂസ് അല്ല എന്ന് പറയാമായിരുന്നു. എക്സ് 0 ആണെങ്കിൽ 1/0 ഇൻഫിനിറ്റി ഒക്കെ വരുന്നുണ്ട്. അപ്പൊ 0-യിൽ കണ്ടിന്യൂറ്റി ബ്രേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ വരുന്നില്ല. ഇവിടെ 2 തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള നമ്പേഴ്സ് നമുക്ക് കൊടുക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് ആ കേസിൽ നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. then f of x is continuous. പോസിറ്റീവ് ആണോ? എന്തായാലും പി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ് വരുന്നത്. എക്സ് എന്ന് പറയുന്നത് 2 തൊട്ട് ഇൻഫിനിറ്റി വരെ വരുന്നുള്ളൂ. അപ്പൊ എന്തായാലും പോസിറ്റീവ് ആണ്. ഇനി ഡിക്രീസിങ് ആണോ ഇൻക്രീസിങ് ആണോ? പി പവർ നെഗറ്റീവ് വരുന്നില്ല. പിന്നെ ഇത് 1/1 അങ്ങനെ നമ്പറുകൾ, ഈ നമ്പർ എക്സ് വലുതായാലും 1/x log x അങ്ങനെ പോകുന്നുള്ളൂ. അപ്പോൾ ഇത് അടിയിലുള്ള ഡിനോമിനേറ്റർ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ 1/this നമ്പർ എന്ന് പറഞ്ഞത് ഡിക്രീസ് ചെയ്താ പോകുന്നത്. അപ്പൊ പോസിറ്റീവ് ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്. ഡിക്രീസിങ് ഫംഗ്ഷൻ ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. 2 തൊട്ട് ഇൻഫിനിറ്റി വരെ വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇനി ഇതിൽ നിന്ന് എഫ് ഓഫ് എം ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ. അതിൽ നിന്ന് നമ്മൾ എഫ് ഓഫ് എക്സ് ആയിട്ട് എഴുതിയിട്ടുള്ളതാണ്. f of x m equal to m into log m raised to p ഇതെന്ന് പറയുന്നതാണ് നമ്മുടെ mth term of the series, where m is the mth term of the series. ഇനി then by integral test വെച്ചിട്ട് sigma m equal to 2 to infinity am ഉം ഇന്റഗ്രൽ 2 to infinity f of x dx ഉം. അപ്പോൾ ഇത് കൺവേർജന്റ് ആണെങ്കിൽ ഇത് കൺവേർജന്റ് ആയിരിക്കും, അതുപോലെ ഇത് ഡൈവേർജന്റ് ആയിരിക്കും ആണെങ്കിൽ ഇത് ഡൈവേർജന്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇന്റഗ്രൽ സിഗ്മ എ എം ആൻഡ് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് കൺവേർജ് ഓർ ഡൈവേർജ് ടുഗദർ എന്ന് പറയാം. കൺവേർജ് ഓർ ഡൈവേർജ്
ടുഗദർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൺവേർജൻസ് ചെക്ക് ചെയ്താൽ മതി. നമുക്ക് ഇൻ്റഗ്രൽ ടെസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ ടെസ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഫസ്റ്റ് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാം. എന്നിട്ട് പി ഗ്രേറ്റർ ദാൻ 1 കേസും പി എന്ന് പറയുന്നത് 0 ലെസ് ദാൻ പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 പറഞ്ഞ കേസും കൊടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. therefore integral 2 to infinity f of x dx equal to integral 2 to infinity 1 by x into log x raised to p dx. ഇത് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എന്താക്കി എഴുതണം, ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 2 to b 1 by x log x raised to p dx. ഇനി നമ്മൾ ഈ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത് മാത്രം നമ്മൾ എടുക്കാം. നമ്മൾ ഇതിൽ ഇൻ്റഗ്രൽ മാത്രം എടുക്കുക, ലിമിറ്റ് നമുക്ക് പിന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രൽ 2 to b 1 by x log x all raised to p dx ഇത് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ, നമുക്ക് ഇൻ്റഗ്രേഷൻ അറിയാലോ. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് പ്രൊഡക്റ്റ് ഒക്കെയാണ് വരുന്നത്. ഇൻ്റഗ്രേഷനിൽ പ്രൊഡക്റ്റ് വരുവാണെങ്കിൽ നമുക്ക് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാം. ഇവിടെ ഞാൻ ഈ ലോഗ് എക്സിന് പകരമായിട്ട് യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പുട്ട് ലോഗ് എക്സ് ഈക്വൽ ടു യു. ലോഗ് എക്സ് യു ആണെങ്കിൽ രണ്ട് ലെഫ്റ്റും റൈറ്റും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ലോഗ് എക്സിൻ്റെ ഡിഫറൻസിയേഷൻ 1 by x dx which is equal to du എന്ന് വരും അല്ലേ. അപ്പോൾ വിച്ച് ഇംപ്ലൈസ് നമുക്ക് 1 by x dx ഇവിടെ ആവശ്യമുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ എക്സ് വാരി ചെയ്യുന്നതാണ് 2 to b. അപ്പോൾ നമ്മുടെ യു എന്ന് പറയുന്നത് എവിടെ തൊട്ട് എവിടെ വരെ വാരി ചെയ്യും, എക്സ് 2 to b വാരി ചെയ്യുകയാണെങ്കിൽ യു എന്ന് പറയുന്നത് വാരി ചെയ്യുന്നത് എവിടെ തൊട്ട് എവിടെ വരെയാന്ന് നോക്കാം. അപ്പോൾ യു എന്ന് പറയുന്നത് ലോഗ് എക്സ് ആണ്. നമുക്ക് ആദ്യം ലിമിറ്റ് ഇല്ലാത്ത ഇൻ്റഗ്രൽ കാണാം, അതിനുശേഷം നമുക്ക് ലിമിറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇൻ്റഗ്രലിൽ അപ്ലൈ ചെയ്യും. ഈ ഇൻ്റഗ്രലിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ദർഫോർ ഇൻ്റഗ്രൽ 1 by x log x all raised to p dx എന്ന് പറയുന്നത് എന്താവും, ഇൻ്റഗ്രൽ 1 by x dx എന്ന് പറയുന്നത് du ആണ്. പിന്നെ ലോഗ് എക്സിന് പകരം യുവും കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 by u raised to p 1 by x log x dx എന്ന് പറയുന്നത് ഈ du ഇത്രയല്ലേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്ത് വരും, ഇൻ്റഗ്രൽ 1 by u raised to p du. അപ്പോൾ u raised to p ൻ്റെ ഇൻ്റഗ്രേഷൻ 1 by u raised to p ൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇത് u raised to minus p ആവുമല്ലോ അല്ലേ, which is equal to integral 1 by അല്ല u raised to minus p എന്ന് എഴുതാം. ഇതിനെ താഴെയുള്ളതിനെ മേലോട്ട് കൊണ്ടുവരുമ്പോൾ പവറിന് നെഗറ്റീവ് സൈൻ വരുമല്ലോ. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് കേസായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. p ഗ്രേറ്റർ ദാൻ 1 ആവും, p 1 ആവുമ്പോഴും p നോട്ട് ഈക്വൽ ടു 1 ആവുമ്പോഴും രണ്ട് കേസായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്ത് വരും, u raised to minus p plus 1 divided by minus p plus 1. അത് p 1 അല്ലാത്തപ്പോൾ, p 1 ആണെങ്കിൽ എന്ത് വരും, 1 by u വരും അല്ലേ, 1 by u ആവും ഇവിടെ. അപ്പോൾ 1 by u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ലോഗാണ് വരിക. അപ്പോൾ p 1 അല്ലാത്ത കേസാണ് ഇപ്പോൾ പറയുന്നത്. ഇഫ് p നോട്ട് ഈക്വൽ ടു 1. ഇനി p ഈക്വൽ ടു 1 ആണെങ്കിൽ, p ഈക്വൽ ടു 1 ആണെങ്കിൽ ഇത് 1 by u എന്ന് വരും. 1 by യുവിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താ, ലോഗ് യു ആണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ലോഗ് യു എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ഇൻ്റഗ്രേഷൻ നമുക്ക് സ്പ്ലിറ്റായി. അപ്പോൾ അത് സ്പ്ലിറ്റാക്കി ഇനി നമ്മൾ എന്ത് ചെയ്യുക, യുവിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ തിരിച്ചു കൊടുക്കുക. നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നതിന് മുന്നേ യുവിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ അങ്ങ് മാറ്റി കൊടുക്കുക. യുക്ക് പകരം ലോഗ് എക്സ് അങ്ങ് കൊടുക്കുക. അപ്പോൾ എന്താവും, വിച്ച് ഈസ് ഈക്വൽ ടു യുവിന് പകരം ലോഗ് എക്സ്, ഇതിനെ log x raised to 1 minus p if p not equal to 1 log
ലോഗ് എക്സ് വരും. യുവിന് ലോഗ് എക്സ് കൊടുക്കുമ്പോൾ ഇഫ് പി ഈക്വൽ ടു 1. ഇനി നമുക്കിതിന് എക്സിന്റെ ലിമിറ്റ് തന്നെ കൊടുത്താൽ മതി. അതുകൊണ്ടാണ് നമ്മളിവിടെ ലിമിറ്റ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ ആയിട്ടിരിക്കുന്നത്. അപ്പം ഇത് നോട്ട് ചെയ്യുക. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻ്റഗ്രൽ കാണാൻ വേണ്ടി പോകുന്നത്, ഈ ഫംഗ്ഷൻ വെച്ചിട്ട്. അപ്പം therefore integral 2 to infinity f of x dx equal to limit b tends to infinity integral 2 to b 1 by x log x raised to p dx ആണല്ലോ. അപ്പം ഇത് നമ്മൾ കണ്ടുപിടിച്ചു, ലിമിറ്റ് കൊടുക്കാതെ ഇത് കണ്ടുപിടിച്ചു. അപ്പം ലിമിറ്റ് b tends to infinity, നമ്മൾ ഇതിന് ഇനി ലിമിറ്റും കൂടെ കൊടുക്കുക. ഇതിന്റെ വാല്യൂ നമുക്ക് കിട്ടി അല്ലേ. p ഈക്വൽ ടു 1 ആവുമ്പോഴും p നോട്ട് ഈക്വൽ ടു 1 ആവുമ്പോൾ ഉള്ള കേസ് കിട്ടി. അപ്പോൾ ഓരോ കേസായിട്ട് നമുക്ക് ചെയ്യാം. ലിമിറ്റ് b tends to infinity, ഫസ്റ്റ് p നോട്ട് ഈക്വൽ ടു 1 കേസിലാണ് നമ്മൾ ചെയ്യുന്നത്. p നോട്ട് ഈക്വൽ ടു 1 ആകുമ്പോൾ ഇതാണ് ലിമിറ്റ്. ഇനി നമ്മൾ ആ ബിയും 2 കൊടുക്കാം. എന്ന് വെച്ചാൽ ലോഗ് എക്സ് ഹോൾ റേസ് ടു 1 മൈനസ് പി ഡിവൈഡഡ് ബൈ 1 മൈനസ് പി കൂടെ ഇവിടെ മിസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പം ഡിവൈഡഡ് ബൈ 1 മൈനസ് പി കൂടെ ഉണ്ട് ഇവിടെ. ഡിവൈഡഡ് ബൈ 1 മൈനസ് പി, ലിമിറ്റ് എന്ത് ചെയ്യുക, 2 ടു ബി ഇഫ് പി നോട്ട് ഈക്വൽ ടു 1. ഇനി ലോഗ് എക്സ് അത് 2 ടു ബി ഇഫ് പി ഈക്വൽ ടു 1. അപ്പം ആ ലിമിറ്റും കൂടെ ഒന്ന് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ലിമിറ്റ് ഇവിടെ ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പം ആ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ലോഗ് ബി വരും ഫസ്റ്റ് കേസ്, ലോഗ് ബി റേസ് ടു 1 മൈനസ് പി ഡിവൈഡഡ് ബൈ 1 മൈനസ് പി മൈനസ് ലോഗ് 2 റേസ് ടു 1 മൈനസ് പി. 1 മൈനസ് പി കോമൺ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇഫ് പി നോട്ട് ഈക്വൽ ടു 1. ഇനി അടുത്തതിന് കൊടുക്കുക. അപ്പോൾ ലോഗ് ബി മൈനസ് ലോഗ് 2 ഇഫ് പി ഈക്വൽ ടു 1. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുക, പി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലും പി ലെസ് ദാൻ 1 ആണെങ്കിലും ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം. ഇത് ഈക്വൽ ടു 1ന്റെ കേസിൽ നമുക്ക് മാറ്റമൊന്നുമില്ല. പി ഗ്രേറ്റർ ദാൻ 1ലും ലെസ് ദാൻ 1 അത് നമ്മൾ ഈ കേസിനെ ഒന്ന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുക്കേണ്ടി വരും. തൊട്ട് മുന്നേ ചെയ്ത പോലെ തന്നെയാണ് നമുക്ക് ഇഫ് പി ഗ്രേറ്റർ ദാൻ 1 ഫസ്റ്റ് കേസ് പി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ പി ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി മൈനസ് 1 ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും അല്ലേ. അപ്പോൾ തൊട്ട് മുന്നേ എടുത്തതുപോലെ നമുക്ക് ഈ ലിമിറ്റിൽ എന്ത് ചെയ്യാം, 1 മൈനസ് പിക്ക് പകരം നമ്മൾ ഇവിടുന്ന് മൈനസ് പുറത്തെടുത്തിട്ട്, മൈനസ് എന്ന് പറയുന്നത് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് വരും, മൈനസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ മൈനസ് പി മൈനസ് 1 വരും. അപ്പോൾ നമുക്ക് ആ ലോഗിൻ്റെ ടൈമിനെ കൂടെ താഴേക്ക് കൊണ്ടുവരാം. നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ കേട്ടോ. അപ്പോൾ ലോഗിൻ്റെ ടൈമിലും കൂടെ താഴെ കൊണ്ടുവരും. ഇവിടെ അതുപോലെ ലോഗിൻ്റെ ടൈമിനെയും കൂടെ താഴേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് എന്ത് വരും, അപ്പോൾ ദെൻ ലോഗ് ബി റേസ് ടു 1 മൈനസ് പി എന്ന് പറയുന്നത് 0ലേക്ക് ടെൻഡ് ചെയ്യും. കാരണം ഡിനോമിനേറ്ററിലാണ് രണ്ട് ടേമും. ബീൻ്റെ ടേമൊക്കെ ഡിനോമിനേറ്ററിലാണ് വരുന്നത്. ബീൻ്റെ ടേം ഡിനോമിനേറ്ററിൽ വരുമ്പോൾ ലോഗ് ഇൻഫിനിറ്റി എന്ന് വരും താഴെ. അപ്പോൾ 1 ബൈ ഇൻഫിനിറ്റി എന്ന് വരും, അത് 0 വരും. അപ്പോൾ ഈ ടേം എന്ത് ചെയ്യും, 0ലേക്ക് ടെൻഡ് ചെയ്യും. ആസ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇത് പി ഗ്രേറ്റർ ദാൻ 1 ഉള്ള കേസ്. ഇനി പി ലെസ് ദാൻ 1 ആവുമ്പോൾ നമുക്ക് പി ലെസ് ദാൻ 1 ആണെങ്കിൽ 1 മൈനസ് പി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും അല്ലേ. 1 മൈനസ് പി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ ഇതിന് നമ്മൾ ചേഞ്ച് ചെയ്യുന്നൊന്നുമില്ല. 1 മൈനസ് പി മുകളിൽ തന്നെയായിരിക്കും. ഇൻഫിനിറ്റി കൊടുത്താൽ ഇൻഫിനിറ്റി റേസ് ടു 1 മൈനസ് പി എന്ന് വരും. അപ്പോൾ എന്ത് വരും, ഇൻഫിനിറ്റി വരും. അപ്പോൾ ദെൻ ലോഗ് ബി റേസ് ടു 1 മൈനസ് പി
ടെൻസ് ടു ഇൻഫിനിറ്റി ആസ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പൊ നമുക്ക് എന്ത് പറയാം, നമുക്കപ്പോൾ ഇന്റഗ്രൽ ഒന്നുകൂടെ മാറ്റി എഴുതാം. ഇന്റഗ്രലിനെ നമുക്കൊന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും നോക്കാം. പി ഗ്രേറ്റർ ദാൻ 1 ഉള്ള കേസും അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പം ബാക്കി ആ ബീന്റെ ടേം 0 ആയിപ്പോയി. ബാക്കി log 2ന്റെ ആ ടേം ഉണ്ടല്ലോ, ആ ടേം ഉണ്ടാവും. log 2 raised to 1 minus p divided by 1 minus p ആണ്. അപ്പൊ ആ ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നു, നെഗറ്റീവ് ഇവിടുത്തെ നെഗറ്റീവ് കൂടെ ക്യാൻസൽ ആകാൻ വേണ്ടി നമ്മൾ അതിന് p-1 ആക്കി, ഒരു മൈനസ് പുറത്തെടുത്തു. അപ്പൊ ഈ മൈനസും കൂടെ പ്ലസ് ആയി. അപ്പൊ ഇതെപ്പോഴാ, ഇഫ് p ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോൾ. ഇനി p ലെസ് ദാൻ 1 ആണെങ്കിലും ലെസ് ദാൻ ഒരു ഈക്വൽ ടു 1 ആണെങ്കിലും എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, 0 ആണ്, അല്ല സോറി ഇൻഫിനിറ്റി ആണ്. അതിനർത്ഥം നമുക്കിവിടെ കിട്ടിയില്ല, ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇതിൽ കൺവേർജന്റ്, ഈ ഇന്റർവെല്ലിൽ ഡൈവേർജന്റും ഈ ഇന്റർവെല്ലിൽ കൺവേർജന്റും ആണ്. അപ്പൊ നമുക്ക് പറയാം, ഹെൻസ് ബൈ ഇന്റഗ്രൽ ടെസ്റ്റ് the given series converges if p greater than 1 and diverges if 0 less than p less than or equal to 1. ഇത്രേ ഉള്ളൂ.